തെക്കൻ ഗാസയിൽ ഹമാസുമായുള്ള പോരാട്ടത്തിൽ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു. റിസർവ് സൈനികനായ എബ്രഹാം അസ്ലെയാണ് ഏറ്റുമുട്ടലിൽ മരിച്ചതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. സദേൺ കമാൻഡിന്റെ കോംബാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ ഹെവി എഞ്ചിനീയറിംഗ് ഓപ്പറേറ്ററായിരുന്നു അസ്ലെ. സൈനികനെ ജീവനോടെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ഹമാസിന്റെ ശ്രമത്തിനിടയിലുണ്ടായ വെടിവെപ്പിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് IDF വ്യക്തമാക്കി. അസ്ലയുടെ മൃതദേഹം കൈവശപ്പെടുത്തി രക്ഷപ്പെടാൻ ഹമാസ് ശ്രമിച്ചെങ്കിലും മറ്റ് ഇസ്രായേലി സൈനികർ തിരിച്ചടിച്ച് ആശ്രമം പരാജയപ്പെടുത്തിയെന്നും IDF വാർത്താക്കുറിപ്പിൽ കുറിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലാണ്. ഗാസയിൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറും ഉണ്ടാക്കിയേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ ശാശ്വതമായ ഒരു യുദ്ധവിരാമത്തെക്കുറിച്ച് അമേരിക്ക ഉറപ്പു നൽകണമെന്ന ഹമാസിന്റെ ആവശ്യം ചർച്ചകൾക്ക് തടസ്സമാവുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത്തരമൊരു ഉറപ്പ് നൽകാത്തതാണ് വെടിനിർത്തൽ കരാർ നീണ്ടുപോകാൻ പ്രധാന കാരണം. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിച്ചാൽ മാത്രമേ സമ്പൂർണ്ണ യുദ്ധവിരാമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന ഉപാധി. ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ നിബന്ധനകൾ ഹമാസ് അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഹൂത്തി ആക്രമണവും നെതന്യാഹുവിന്റെ US സന്ദർശനവും അതിനിടെ ഇസ്രായേലിന് നേരെ യമനിലെ ഹൂത്തി വിമതരുടെ മിസൈൽ ആക്രമണം നടന്നു. ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും സൈറൻ മുഴങ്ങിയെങ്കിലും യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ വ്യോമ പ്രതിരോധ സേന തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതിനിടെ അമേരിക്കയിൽ തുടരാൻ നെതന്യാഹുവിനോട് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാവുകയാണ്. ഇന്നലെ മാത്രം 95 പേരെയാണ് ഗാസയിൽ വധിച്ചത്. ഇന്ധനക്ഷാമം കാരണം ഗാസയിലെ പ്രധാന ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടത് അവിടുത്തെ മാനുഷിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇസ്രായേലിലെ സൈനിക താവളം വിപുലപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇത് മേഖലയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗാസയിൽ ഇസ്രായേലി സൈന്യം കടുത്ത വെല്ലുവിളി നേരിടുന്നതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഖാൻ യൂനിസിലും ബെയ്ത്ത് ഹാനൂനിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളെ തുടർന്നാണ് ജെറുസലേം പോസ്റ്റ് ഈ പുതിയ വിലയിരുത്തലിൽ എത്തിയത്. ഗാസ ഏതാണ്ട് തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രം പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഹമാസിന്റെയും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെയും ശേഷിയിൽ കുറവില്ലെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. ബെയ്ത്ത് ഹാനൂനിലും ഖാൻ യൂനിസിലും നേരത്തെ തന്നെ ഇസ്രായേലി സൈന്യം ഓപ്പറേഷനുകൾ നടത്തിയിരുന്നു. അവിടങ്ങളിൽ ഗറില്ല പോരാളികൾ ഇല്ലെന്നായിരുന്നു അവരുടെ അനുമാനം. എന്നാൽ ഗറില്ല പോരാളികൾ അവിടെ തന്നെയുണ്ടെന്ന് പുതിയ ആക്രമണങ്ങൾ തെളിയിച്ചു. അവിടുത്തെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലൂടെയും തുരങ്കങ്ങളിലൂടെയും അവർ പ്രവർത്തിക്കുന്നു. ഈ 2 പ്രദേശങ്ങളിലും 65% കെട്ടിടങ്ങൾ തകർന്നു എന്നാണ് ഇസ്രായേലി സൈന്യത്തിന്റെ വിലയിരുത്തൽ. എന്നിട്ടും 642 ദിവസത്തെ ആക്രമണം കഴിഞ്ഞിട്ടും പോരാളികൾ അവിടെ തന്നെ ഉണ്ടെന്നത് ഇസ്രായേലി സൈന്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് ഗാസയിലെ യുദ്ധം എത്രത്തോളം സങ്കീർണവും ദൈർഘ്യമുള്ളതുമാകുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു.